ഊട്ടിയിൽ നമ്മൾ ആദ്യം കാണാൻ വേണ്ടി പോയത് തേയില ചായപ്പൊടിയൊക്കെ ഉണ്ടാക്കുന്ന തേയില ഫാക്ടറിയിലാണ് ആദ്യം കാണാൻ വേണ്ടി പോയത്. അതിനുശേഷം നമ്മൾ പോയത് ബോട്ടാണിക്കൽ ഗാർഡനിലാണ്. ബോട്ടാണിക്കൽ ഗാർഡനിൽ ഫ്ലവർ ഷോ നടന്നതിൻ്റെ ഭാഗമായിട്ട് അവിടെ 127ാമത്തെ ഫ്ലവർ ഷോ ആയിരുന്നു നടന്നിട്ടുണ്ടായിരുന്നത്. അത് നമ്മൾ ഇപ്പോൾ അവിടെ എഴുതി ഫ്ലവറിനെ കൊണ്ട് തന്നെ 127 ഫ്ലവർ ഷോ എന്ന് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. പലതരം ഫ്ലവേഴ്സ്, നമ്മൾ ശരിക്കും പറഞ്ഞാൽ കണ്ണ് ഒന്ന് ചിമ്മാൻ പോലും പറ്റാത്ത രീതിയിലുള്ള ഫ്ലവേഴ്സ്, അത്രയും മനോഹരമായിട്ടുള്ള കാഴ്ചകളായിരുന്നു ഊട്ടിയിൽ ഫ്ലവർ ഷോ. ഞാൻ ആദ്യമായിട്ടാണ് ഫ്ലവർ ഷോ ആദ്യമായിട്ടാണ് കാണുന്നത്. അതൊക്കെ ഉണ്ടാവും, കാണാത്തവർക്ക് വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അത്രയും മനോഹരമായിട്ടുള്ള വീഡിയോ. പിന്നെ ഒന്നാമത് വെച്ചാൽ എനിക്ക് ഫുള്ളായിട്ട് നടന്ന് കാണാൻ പറ്റിയില്ല, കാരണം എനിക്ക് ഊട്ടിയിലെ തണുപ്പ് കാരണം വല്ലാത്ത ക്ഷീണവും കാര്യങ്ങളൊക്കെ ഉണ്ടായി. അപ്പോൾ ഫുള്ളായിട്ടൊന്നും നടന്ന് കാണാൻ പറ്റിയില്ലെങ്കിലും ഒട്ടുമിക്കതും ഞാൻ വീഡിയോ പകർത്തിയെടുത്തിട്ടുണ്ട്. അത്രയും മനോഹരമായിരുന്നു ഇത് കണ്ടിരിക്കാനായിട്ട്. അതിൻ്റെ ഒരു അരയന്നത്തിൻ്റെയൊക്കെ ചിത്രം ഇങ്ങനെ ഫ്ലവറിനെ കൊണ്ട് ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് ഇവിടെ വീഡിയോയിൽ കാണിക്കാം. വേറെയും ഒരുപാട് ചെസ് ബോർഡ് ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മളെ വെള്ളം ഒഴുകുന്ന പോലെ, അതെനിക്ക് വീഡിയോ പിടിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. വെള്ളം ഒഴുകുന്ന പോലെ ഫ്ലവറൊക്കെ അങ്ങനെ ഒരു ഇതിൻ്റെ ട്യൂബിലോട്ട് ഇങ്ങനെ വെള്ളം ഒഴുകുന്ന പോലെ കാണിക്കുന്ന ഒരു ഇതുണ്ടായിരുന്നു. അതൊക്കെ കാണാൻ ഭയങ്കര എന്താ പറയുക, അത്രയും അതിമനോഹരമായ കാഴ്ചകളായിരുന്നു. പലതരം പുഷ്പങ്ങൾ. എത്രയാണെന്ന് വെച്ചാൽ നമുക്ക് ചിലത് നമ്മുടെ നാട്ടിൽ കാണുന്നത് തന്നെ, പക്ഷെ എന്നാലും ഒരുപാട് ഇങ്ങനെ ചെറിയ കുറ്റികളായിരിക്കുമ്പോൾ തന്നെ അത് ഇങ്ങനെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര ഒന്നുപോലും പുഷ്പിക്കാതെ ഇരുന്നിട്ടില്ല അത് ചെടി. അത്രയും മനോഹരമായിട്ടുള്ള കാഴ്ചയാണ് ഊട്ടി ഫ്ലവർ ഷോ എന്ന് പറയുന്നത്. ഡാലിയ, അങ്ങനെ ഒരുപാട് ഈ ലോകത്തുള്ള പുഷ്പങ്ങൾ മുഴുവൻ അവിടെ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അത്രയും മനോഹരം.